ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നലെ ഐന് എന്നുള്ള ഒരക്ഷരം പഠിച്ചു. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ചെറിയ സി അതിനോട് ചേർന്ന് തന്നെ ഒരു ബിഗ് സി അല്ലേ, ഇങ്ങനെയാണ് പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേ ഐനിന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഡോട്ട് കൊടുക്കണം. ഐന് എന്നുള്ള അക്ഷരം പറഞ്ഞത് തൊണ്ടയുടെ മിഡിൽ ഭാഗത്തായിരുന്നു അല്ലേ, മിഡിൽ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഐന് അക്ഷരം വരുന്നത്. ഇനി നമ്മൾ ഈ ഒയിന് എന്നുള്ള അക്ഷരം പറയുന്നത് അതിനേക്കാൾ കുറച്ച് മുകളിലാണ്, തൊണ്ടയുടെ മുകൾ ഭാഗം ഒയിന്. ഓക്കെ, അപ്പോൾ ഈ ഒയിനിന് ഫത്തഹ് കൊടുത്താൽ എന്തായിട്ട് മാറും? വ. ഒയിനിന് കസർ കൊടുത്താൽ റൈ, ഒയിനിന് ലൊമ്മ് കൊടുത്താൽ വു, ഒയിനിന് സുക്കൂന് കൊടുത്താൽ റ്, ഒയിനിന് തൻവീൻ ഫത്തഹ് കൊടുക്കുമ്പോൾ കൂടെ അലിഫ് വരും. നമുക്കറിയാം അലിഫ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടെ അലിഫ് കൊടുക്കും. ഗൻ, റിൻ, ഗുൻ. ഷെദ് കൊടുക്കുകയാണെങ്കിൽ വ. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ അതിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു വേർഡിൻ്റെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും. അതേപോലെ തന്നെ വൈനിലും അതേ രൂപം തന്നെയാണ് വരിക. ഫസ്റ്റ് രൂപം ഇങ്ങനെ വരും, സെൻറ്ററിൽ ഇങ്ങനെ വരും, അവസാനത്തിൽ ഇങ്ങനെ വരും. ഇത് ഐനിൻ്റെതായിരുന്നു അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈനിന് ഡോട്ട് ഇട്ടതുപോലെ ഇതിൻ്റെ മുകളിൽ ഡോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തിൽ വരുന്ന രൂപം കിട്ടും, സെൻറ്ററിൽ വരുന്ന രൂപം കിട്ടും, അവസാനത്തിൽ വരുന്ന രൂപം കിട്ടും. ഇനി ഞാൻ ജസ്റ്റ് ഒരു വേർഡ് എഴുതാൻ പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ആദ്യം ഗസ് ചെയ്യണം ഏതാണ് അക്ഷരം അല്ലേ. ആദ്യത്തെ അക്ഷരം വൈന്, രണ്ടാമത്തെ അക്ഷരം റാഹ്, മൂന്നാമത്തെ അക്ഷരം ബാഹ്, നാലാമത്തെ അക്ഷരം അലിഫ്, അഞ്ചാമത്തെ അക്ഷരം ലാമ് അല്ലേ. വൈനിന് കസർ റി, റാഇന് സുക്കൂന് റ്, ബാഇന് ഫത്തഹ് ബ, എസ്റ്റിൻഡിങ് ലെറ്റർ അലിഫ്, ദെൻ ലാമ് തൻവീൻ വന്നു. ഗിർബാനുൻ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ.